നോ പ്രോബ്ലം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചൈൽഡ് സൈക്കിക് പാറ്റേണിനെ കുറിച്ചാണ്. ഓർക്കുന്നില്ലേ? അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്പിരിച്വൽ എംബ്രിയോ എന്നുള്ളൊരു സംഭവം നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് സ്പിരിച്വൽ എംബ്രിയോ? സൈഗോട്ട് എന്താണെന്നറിയോ? സൈഗോട്ട് നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടില്ലേ? സൈഗോട്ട് സൈക്കോളജി പഠിക്കേണ്ട, എല്ലാത്തിനും നമുക്കറിയാം. ഐ മീൻ സൈഗോട്ട് ഒരു കുഞ്ഞ് ഭ്രൂണാവസ്ഥയിൽ, ഐ മീൻ മെയിൽ ആൻഡ് ഫീമെയിലിന്റെ ഭ്രൂണാവസ്ഥയിൽ നമ്മൾ ഒരു മിക്സ് ജോയിൻ ആയിട്ട് ഒരു കുഞ്ഞിന്റെ ഉത്ഭവം ചെറിയൊരു മാംസപിണ്ഡത്തിൽ നിന്നാണ്. ഒരു ജസ്റ്റ് ആ സൈഗോട്ടാണ് ഡെവലപ്പ് ആയിട്ട് ഒരു കുഞ്ഞാവുന്നത്. ആ സമയം ഐ മീൻ ഒരു ഏകദേശം ഒരു അറൗണ്ട് 6 വീക്സ് മുതൽ തന്നെ ഏകദേശം നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും സ്കാനിങ്ങിൽ കാണുന്നത് അല്ലേ? ജസ്റ്റ് ഒരു രൂപം നമുക്ക് വിസിബിൾ ആയിരിക്കും. അവിടെ മുതൽ ശരിക്കും ഡോക്ടർ മരിയ മോണ്ടിസറി പറയുന്നത് അവിടെ മുതൽ നമ്മുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിസിബിൾ അല്ല. ഫിസിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് വിസിബിൾ ആണ്. ഐ മീൻ സൈഗോട്ട് ആയിരിക്കുന്ന സമയത്താണെങ്കിലും ഓരോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നമ്മൾ സ്കാനിങ് നടത്തുമ്പോൾ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് നമുക്ക് ഫിസിക്കലായിട്ട് കാണാൻ പറ്റും. കുഞ്ഞിന് ഫിസിക്കലി ആയിട്ട് ഐ മീൻ ഓർഗൻസ് ഒക്കെ ഗ്രോത്ത് ഉണ്ടോ, ഫിംഗേഴ്സ്, അതുപോലെ ബ്രെയിന്, ദെൻ ഹാർട്ട്, ലിവർ, കിഡ്നി, ഇതൊക്കെ നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ ഫിസിക്കലി കാണാൻ പറ്റും ഇല്ലേ? പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. അതിനെയാണ് നമ്മളൊരു സ്പിരിച്വൽ എന്ന് പറയുന്നത്. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ശരിക്കും എന്താ പറയാ, പ്രേതം എന്നൊക്കെ പറയില്ലേ, നമുക്ക് കാണാൻ പറ്റാത്തൊരു ഒരു പവർ, ഒരു സൂപ്പർ പവറാണ് നമുക്ക്. നമ്മളിലൊക്കെ ഉണ്ട് പവർ. കാരണം നമ്മൾ ഇമോഷണലി ചില സമയത്ത് നമ്മൾ വല്ലാണ്ട് ഇമോഷണലി നമ്മൾ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് എന്താ തോന്നുക, ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. ചിലര് ഡിപ്രഷനിലേക്ക് പോകും. ആ ഡിപ്രഷൻ എന്താ കാരണം? കാരണം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് തന്നെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരിപ്പോ എന്നെ ഉപദേശിക്കുക അല്ലെങ്കിൽ അവരിപ്പോ എന്നെ നന്നാകാൻ വന്നിട്ട് എന്താ, എനിക്ക് ഞാനായിട്ട് ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റേൺ ആയിട്ട് നമ്മൾ നിൽക്കും. അതാണ് പോസിറ്റീവ് മൈൻഡ്. പക്ഷെ ആ ഒരു രീതിയിൽ സ്റ്റേൺ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാതെ നമ്മൾ തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നൊരവസ്ഥ വരും. ശരിക്കും നമുക്ക് തന്നെ പറയാൻ പറ്റില്ല നമുക്ക് എന്താണ് സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്പിരിച്വൽ പവർ, അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം, രണ്ടും വരാം. ഫീൽ ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും നമുക്ക് തന്നെ നമ്മൾ ഫീൽ ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഐ മീൻ ഇപ്പൊ നമ്മൾ നന്നായിട്ട് തല വേദനിച്ചിട്ട് വെട്ടിപ്പൊളിച്ചിങ്ങനെ തല വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അടുത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. എന്തായിരിക്കും സംഭവിക്കുക? തലവേദന എവിടെ പോകുന്നത്? തലവേദന എവിടെ പോകുന്നത് നമ്മൾ അറിയില്ല അല്ലേ? അവിടെ നമ്മൾ ഹാപ്പിയായി. ശരിയല്ലേ? അത് ആരാ കൊണ്ടുപോകുന്നത്? അതുവരെ നമ്മൾ തലവേദന എടുത്തിട്ട് ഇങ്ങനെ കുത്തി മറിയാണ്. പക്ഷെ അറ്റ് മൊമെന്റ് നമ്മൾ ചേഞ്ച് ആവുകയാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പവറാണ്. ഐ മീൻ ഇതെല്ലാം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഡെഫിനേഷൻ ഞാൻ വിട്ടു തന്നിട്ടുണ്ടോ? ഗ്രൂപ്പ് ചെക്ക് ചെയ്യേണ്ടി വരില്ല, ആരും എഴുതി വെക്കലുണ്ടാവില്ല. കോൺഷ്യസ്
ഇല്ലല്ല. ഇല്ല അല്ലെ? കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്, ഈ 3 മൈൻഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എടുത്തിട്ടുണ്ട് മാം. അൺകോൺഷ്യസ് ക്ലാസ് എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. യെസ്, ഞാൻ നോട്ട്സ് ഇന്ന് വിട്ടുതരാം കേട്ടോ. സബ് കോൺഷ്യസ് മൈൻഡില് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങള്, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങള്, അത് നല്ല അനുഭവങ്ങളും മോശ അനുഭവങ്ങളും. മേ ബി ചിലപ്പോൾ നമുക്ക് ഒരാളോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങൾ വരെ എവിടെ സ്റ്റോർ ചെയ്യും? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യും. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നമുക്കൊരു സ്പിരിച്വൽ പവർ വരുന്നത്. ഐ മീൻ, നമ്മൾ പോലും അറിയാതെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ, അതാണ് സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത്. ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, എ സ്പിരിച്വൽ എംബ്രിയോ ഈസ് ദ ഇൻവിസിബിൾ ഇന്നർ ലൈഫ് ഓഫ് ദ ചൈൽഡ് ദാറ്റ് ഡെവലപ്സ് ഫ്രം ബർത്ത് ടു അറൌണ്ട് 6 years ഓഫ് ഏജ്. നമ്മളിപ്പോൾ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ജനനം മുതൽ, ഐ മീൻ ഭൂമിയിലേക്ക് വന്നത് മുതലല്ല, ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ പിറവി എടുത്തത് മുതൽ 6 വയസ്സ് വരെയുള്ള ഡെവലപ്മെന്റൽ പ്രോസസ്സ് ഫിസിക്കലി നമുക്ക് കാണാം, പക്ഷെ സ്പിരിച്വലി നമുക്ക് വിസിബിൾ അല്ല. അത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ജസ്റ്റ് as a physical embryo develops the body before birth, the spiritual embryo develops a child's personality, intelligence, emotions, will and character after birth. ജനനത്തിന് ശേഷം, ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ ഇന്റലിജൻസോ ഇമോഷൻസോ ഒന്നും നമുക്ക് വിസിബിൾ അല്ല. പക്ഷെ ജനനത്തിന് ശേഷം ആ കുഞ്ഞിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബുദ്ധിശക്തി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇമോഷൻസ്, സങ്കടവും സന്തോഷവും വിഷമവും എല്ലാം, ഭയവും ഒക്കെ വരുന്നുണ്ട്. ദെൻ വിൽ, കുഞ്ഞിന്റെ ഓരോന്ന് എടുക്കാനും വയ്ക്കാനും ഓടാനും ചാടാനും എല്ലാം ഉള്ള പവർ. ദെൻ ക്യാരക്ടർ. ക്യാരക്ടറിന്റെ ബേസ് ഏറ്റവും കൂടുതൽ പാരന്റ്സിലും ഫോക്കസ് ചെയ്തിട്ടാണ് ക്യാരക്ടർ ഉണ്ടായിരിക്കുക. അപ്പൊ അവിടെ ജനനത്തിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കീ പോയിന്റ്സ് പറഞ്ഞാല്, ദ ചൈൽഡ് ഈസ് ബോൺ വിത്ത് ഹിഡൻ ഇന്നർ പൊട്ടൻഷ്യൽ. ഓരോ കുട്ടിയും ജനിക്കുന്നത് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ അവിടെ അതൊക്കെ മറഞ്ഞു കിടക്കുകയാണ്, ഹിഡൻ ആയി കിടക്കുകയാണ്. ദ എൻവയോൺമെന്റ് ആൻഡ് എക്സ്പീരിയൻസ് ഹെൽപ്പ് ദിസ് പൊട്ടൻഷ്യൽ ഗ്രോ. ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിനെ കിട്ടുന്ന എൻവയോൺമെന്റ്, കുഞ്ഞിന്റെ ആ ഒരു ജനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളിലൂടെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്, ആ പൊട്ടൻഷ്യൽ വളരുന്നത്. ദ അബ്സോർബർ മൈൻഡ് അലോസ് ദ ചൈൽഡ് ടു അൺകോൺഷ്യസ്ലി അബ്സോർബ് എവറിത്തിങ് ഫ്രം ദ സറൗണ്ടിങ്സ്. അൺകോൺഷ്യസ് മൈൻഡ് ഏത് ഏജ് വരെയാണ്? 3 to 6 അല്ല, അൺകോൺഷ്യസ് 0 to 3. യെസ്, 0 to 3. ആ 3 വയസ്സ് വരെയുള്ള കാലയളവില് കുഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നുണ്ട്. ഐ മീൻ, അറിഞ്ഞുകൊണ്ടല്ലാതെ എവറിത്തിങ് എല്ലാം അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ഒരു സ്പോഞ്ച് വെള്ളത്തിലേക്ക് ഇട്ടാല് ആ സ്പോഞ്ചില് വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ കുഞ്ഞെല്ലാം അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അത് 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. 3 വയസ്സിന് ശേഷം കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ കോൺഷ്യസ് മൈൻഡിൽ കുഞ്ഞ് അറിഞ്ഞുകൊണ്ടുള്ള, അതായത് പഠനത്തിന്റെ കാലഘട്ടമാണ് 3 to 6. അബ്സോർബർ മൈൻഡിന്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ സറൗണ്ടിങ്സിലുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞ് പഠിക്കുകയാണ്. ലവ്, ഫ്രീഡം, മൂവ്മെന്റ് ആൻഡ് മീനിങ്ഫുൾ ആക്ടിവിറ്റീസ് സപ്പോർട്ട് ഹെൽത്തി ഡെവലപ്മെന്റ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആ കുഞ്ഞിന് കിട്ടും. ലവ്, സ്നേഹം, ഫ്രീഡം, സ്വാതന്ത്ര്യം, മൂവ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിനെ നമ്മൾ ചതുരത്തിലുള്ള അല്ലെങ്കിൽ ഒരു റൗണ്ടിലുള്ള ഒരു സംഭവത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അതിൻ്റെ ഉള്ളിലുള്ള മൂവ്മെന്റ്സേ കിട്ടുള്ളൂ.
അപ്പോൾ അപ്പൊ പലപ്പോഴും നമുക്ക് തന്നെ സൗകര്യമാണത്. ബട്ട് ഒരിക്കലും ആ കുഞ്ഞിനെ ചെറിയൊരു പോർഷനിൽ കവർ ചെയ്യാൻ പാടില്ല. കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഫ്രീഡം അവിടെ സ്റ്റണ്ട് ചെയ്യാണ്. ദെൻ ആൻഡ് മീനിങ് ആക്ടിവിറ്റി സപ്പോർട്ട് ഹെൽത്തി ഡെവലപ്മെന്റ്. നല്ല ആരോഗ്യപരമായിട്ടുള്ള ഡെവലപ്മെന്റ് കുഞ്ഞിന് വേണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് നമ്മൾ ഫ്രീഡം കൊടുക്കണം. എവരി ചൈൽഡ് ഡെവലപ്സ് അറ്റ് ദെയർ ഓൺ പേസ്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, ഞാനിതിന്റെ നോട്ട്സ് ഇന്ന് തന്നെ വിട്ടുതരാം കേട്ടോ. എവരി ചൈൽഡ് ഡെവലപ്സ് അറ്റ് ദെയർ ഓൺ പേസ്. ഓരോ കുട്ടിക്കും തൻ്റെതായിട്ടുള്ളൊരു തലം, ഐ മീൻ ആ കുട്ടിയുടെ എന്താ പറയുക, കംഫർട്ട് സോൺ. ഒരു കുഞ്ഞിന്റെ കംഫർട്ട് സോൺ എപ്പോഴും വീടായിരിക്കും. 3 വയസ്സിനുള്ളിലുള്ള കുഞ്ഞിന്റെ ഭയങ്കര കംഫർട്ട് സോൺ വീടായിരിക്കും. കാരണം നമുക്കറിയാം, ഒരു ഫങ്ഷൻ ഒക്കെ പോയി കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾ വളരെ ഹൊറിബിൾ ആയിരിക്കും അല്ലെ? കരഞ്ഞ് പിടിച്ച് ബഹളം വെച്ച് എങ്ങനെങ്കിലും വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ള മെന്റാലിറ്റിയിലേക്ക് നമ്മൾ തന്നെ എത്തിപ്പോവും. അത്രയും പ്രോബ്ലം ഉണ്ടാവും മക്കള്. കാരണം അവർക്ക് അവിടെ കംഫർട്ട് അല്ല. അവർക്ക് ഒരുപാട് ആളുകൾ, ബഹളങ്ങൾ, അതൊന്നും അവർക്ക് കംഫർട്ട് അല്ല. അവരുടെ കംഫർട്ട് സോൺ എന്താണ്? നമ്മുടെ വീട്, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള കുഞ്ഞിന്റെ ചലനങ്ങൾ. ഇതാണ് അവരുടെ കംഫർട്ട് സോൺ. അപ്പൊ ആ കംഫർട്ട് സോണിൽ നിൽക്കാനാണ് എപ്പോഴും കുഞ്ഞിന് ഇഷ്ടം. ദെൻ എക്സ്പീരിയൻസ്. ഇത്രയും ഇതിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഐ മീൻ ഒരു കുഞ്ഞിന്റെ, ഇപ്പം നിങ്ങൾക്ക് മേ ബി മിക്കവരുടെയും മടിയിൽ ഞാൻ കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. കുഞ്ഞിന്റെ കംഫർട്ട് സോൺ, അതിലുള്ള കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഏരിയ കൂടെ നിങ്ങളുടെ മൈൻഡ് പോകുന്നില്ലേ? എന്റെ കുഞ്ഞ് അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കുഞ്ഞിന് ഫ്രീഡം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങ് തുറന്നു വിട്ടേക്കല്ല. ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെ എവിടെ ചെന്ന കുഞ്ഞിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കല്ല. അവിടെ കുഞ്ഞിന് ഒരു ലിമിറ്റ് കൊടുക്കണം. ഇതേ ഈ ഏരിയ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ, അമ്മച്ചി ഇവിടെ കാണൂ, അപ്പുറത്തേക്ക് പോയാൽ കുഞ്ഞൊറ്റയ്ക്കാവും എന്നുള്ള ഒരു കൺസെപ്റ്റ് 3 വയസ്സ് കഴിഞ്ഞൊരു കുഞ്ഞിന് കൊടുക്കാം. പക്ഷെ 3 വയസ്സിനുള്ളിലുള്ള ഒരു കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്താൽ ആള് പോണ വഴിക്ക് അങ്ങ് പോകും. അപ്പൊ അത് നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ലിമിറ്റ് കുഞ്ഞിനെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്യാം. ദെൻ 6 വയസ്സിനുള്ളിലാണ് കുഞ്ഞിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവുന്നത്. അപ്പൊ അവിടെ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സ്പിരിച്വൽ, ആ കുഞ്ഞിന്റെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ഇപ്പൊ പലപ്പോഴും ബിഹേവിയർ പ്രോബ്ലംസ് വരാറുണ്ട്. ബിഹേവിയർ പ്രോബ്ലംസ് വരാറുള്ളത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇന്ന് കൊടുക്കുന്ന നമ്മുടെ സ്ക്രീൻ, ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ബിഹേവിയർ പ്രോബ്ലംസ് വരാറുള്ളത്. കുഞ്ഞിന്റെ പേഴ്സണാലിറ്റി, കൃത്യമായിട്ടൊരു പേഴ്സണാലിറ്റി 6 വയസ്സിനുള്ളിൽ ഒരു കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് പെർഫെക്റ്റ് ആയിരിക്കും. ഐ മീൻ 6 വയസ്സ് വരെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീക്കായിട്ട് കുഞ്ഞിന് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന പീരിയഡ്. ദെൻ അവിടെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. നമ്മൾ മോണ്ടിസറി മെത്തേഡിൽ കൊടുക്കുന്ന മോണ്ടിസറി ലാബ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്, പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. പിന്നെ അവിടെ ഗൈഡ് ചെയ്യുന്നത് എന്താണ്? സെൻസിറ്റീവ് പീരിയഡ്സ് വെച്ചിട്ടാണ്. 6 സെൻസിറ്റീവ് പീരിയഡ്സ് പറഞ്ഞിട്ടില്ലേ? ആ, ഏതൊക്കെയാ പറഞ്ഞോളൂ. സെൻസിറ്റിവിറ്റി ടു ഓർഡർ എഴുതിയിട്ടില്ലേ? ദെൻ സെൻസിറ്റിവിറ്റി ടു മൂവ്മെന്റ് മറന്നുപോയോ? എഴുതി വെക്കണം. 6 സെൻസിറ്റീവ് പീരിയഡ്സ് നിർബന്ധമാണ്. ഈ 6 സെൻസിറ്റീവ് പീരിയഡ്സ് ഓരോന്നും നമ്മൾ ഇപ്പം ലാസ്റ്റ് വരുന്ന അത് ഓർത്തു വെക്കാനുള്ള ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓർഡർ ഓ,
മൂവ്മെന്റ് എം, ലാംഗ്വേജ് എൽ, സെൻസ് എസ്, സ്മാൾ ഒബ്ജക്റ്റ് എസ്, സോഷ്യൽ ബിഹേവിയർ എസ്. OML S ക്യൂബ്. ട്രിപ്പിൾ എസ് വരും. അതായത് ഓർഡർ, മൂവ്മെന്റ്, ലാംഗ്വേജ്, സെൻസ്, സ്മോൾ ഒബ്ജക്ട്സ്, സോഷ്യൽ ബിഹേവിയർ. എസ്, ലാസ്റ്റ് എസ് വരുന്നത് ക്യൂബ് വരും. 3 S ആണ് വരുന്നത്. OMLS ക്യൂബ്. മറന്നു പോവരുത്. സെൻസിറ്റീവ് പീരീഡ്സ് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. സെൻസിറ്റിവിറ്റി ടു ഓർഡർ, സെൻസിറ്റിവിറ്റി ടു മൂവ്മെന്റ്, സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ്, സെൻസിറ്റിവിറ്റി ടു സെൻസ്, സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്, സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ബിഹേവിയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് സെൻസിറ്റീവ് പീരിയഡ്സും അബ്സോർബർ മൈൻഡും. അബ്സോർബർ മൈൻഡിൽ അൺകോൺഷ്യസും കോൺഷ്യസും, 0 to 3 അൺകോൺഷ്യസ്, 3 to 6 കോൺഷ്യസ്. ദെൻ ഇതിന് ഇടയിൽ വരുന്ന മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. അൺകോൺഷ്യസിലാണെങ്കിലും 0 to 3 കുഞ്ഞിന് കിട്ടുന്ന നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും കുഞ്ഞ് കൃത്യമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതാണ് പിന്നെ 3 to 6 കുഞ്ഞ് കാണിക്കുന്നത്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതുപോലല്ല. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ഒരു ഡേഞ്ചറാണ്. ആള് ഭയങ്കര ഡേഞ്ചറാണ്. എപ്പോഴാണ് ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം കൂടെ പുറത്തു വന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് പോലും പറയാൻ പറ്റില്ല സബ് കോൺഷ്യസ് മൈൻഡിൽ. അപ്പൊ അവിടെ നമുക്ക് സെൻസിറ്റീവ് പീരീഡ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറയുന്നത്. കാരണം സ്പിരിച്വൽ എംബ്രിയോയില് നമ്മള് സെൻസിറ്റീവ് പീരീഡ്സിലുള്ള ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ റെസ്പെക്ട്, കെയർ ആൻഡ് ഇൻഡിപെൻഡൻസ്. റെസ്പെക്ട്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ കുഞ്ഞിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കെയറിങ്, അവരെയും കെയർ ചെയ്യണം. അവര് കെയർ ചെയ്യേണ്ടത് ആരാണ്? അവരെക്കാളും താഴെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ. ദെൻ ആൻഡ് ഇൻഡിപെൻഡൻസ്, അത് അവർക്കുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ മിക്സഡ് ഏജ് ഗ്രൂപ്പാണ് മോണ്ടസറി ക്ലാസ് റൂം. അവിടെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് ഉണ്ടായിരിക്കുക. 2.5 മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ മിക്സഡ് ഏജ് ഗ്രൂപ്പ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ആ ഒരു കെയറിങ് അവരെ പഠിക്കുന്നുണ്ട്. റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് റെസ്പെക്ട് ചെയ്യണം. അതുപോലെ ഡയറക്ടേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. അത് മുതിർന്ന കുട്ടികൾ പറയുന്നത് റെസ്പെക്ട് ചെയ്യണം. അത് കുഞ്ഞിലെ തന്നെ ശീലിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഭാവിയിലേക്കും കുഞ്ഞിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗുഡ് ക്വാളിറ്റി ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ ബേബി ഈസ് നോട്ട് ബോൺ നോയിങ് ഹൗ ടു സ്പീക്ക് ഓർ ബിഹേവ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അറിയുന്നില്ല എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത്. അത് എങ്ങനെ സംസാരിക്കണം? ഇപ്പം കേരളത്തിൽ ജനിച്ചാൽ മലയാളം സംസാരിക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ ജനിച്ചാൽ തമിഴാണ് സംസാരിക്കുന്നത്, അത് US ഇംഗ്ലീഷാണ്. അപ്പൊ അവിടെ ആ കുഞ്ഞ് ജനിച്ചിട്ട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ കുഞ്ഞ് ജനിച്ചു വീഴുന്ന ആ ഒരു കൾച്ചറാണ്. ഇപ്പോ US തമിഴ്നാട്ടിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പാരൻസ് ഏതാണോ ഭാഷ അതാണ് ആ കുഞ്ഞിന് നോർമലി കിട്ടുന്നത്. ഐ മീൻ പാരൻസ് സംസാരിക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇൻ കേസ് ആ മലയാളികളായിട്ടുള്ള പാരൻസ് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിലോ കുഞ്ഞ് ഇംഗ്ലീഷാണ് സംസാരിക്കുക, മലയാളം സംസാരിക്കുന്നില്ല. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത് കുഞ്ഞ് ജനിക്കുമ്പോൾ അറിയുന്നില്ല, ജനന ശേഷമാണ് അറിയുന്നത്. അത് നമ്മൾ കാണുന്നുണ്ട്. ബൈ ലിവിങ് ഇൻ എ loving and stimulating environment, the child naturally learns language, the child social behavior, self-control. നോർമലി തന്നെ ആ കുഞ്ഞ് ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും അതുപോലെ തന്നെ ലവ് ആൻഡ് കെയർ എന്നുള്ള സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റിൽ നിന്നും കുഞ്ഞ് നാച്ചുറലി ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് ലാംഗ്വേജ്. അതുപോലെ തന്നെ സോഷ്യൽ ബിഹേവിയർ, സെൽഫ് കൺട്രോൾ. അമിതമായിട്ട് കോപിക്കുന്ന പാരൻസിന്റെ കുഞ്ഞാണെങ്കിൽ അവനും അതേ രീതിയിലാണ് റിയാക്ട് ചെയ്യുക. കാരണം അവന് സാവധാനം അല്ലെങ്കിൽ ഒന്ന് സൈലന്റ് ആയിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സംസാരിക്കാൻ അവൻ അറിയുന്നില്ല. കാരണം അവന്റെ പാരൻസ് എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഉച്ചത്തിലാണ്
എപ്പോഴും വഴക്കിട്ടുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞും അതേ രീതിയിൽ തന്നെയാണ് ബിഹേവ് ചെയ്യുക. ദിസ് ഇന്നർ ഗ്രോത്ത് ഈസ് കോൾഡ് ദ സ്പിരിച്വൽ എംബ്രയോ. ഫിസിക്കലി ഉള്ള ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും, ലാംഗ്വേജ്, അതുപോലെ തന്നെ സെൽഫ് കൺട്രോള്, ബിഹേവിയർ, അതുപോലെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണോ? അല്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഒരു സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. ദിസ് ഇന്നർ ഗ്രോത്ത് ഈസ് കോൾഡ് സ്പിരിച്വൽ എംബ്രിയോ. അപ്പം എക്സാം ഡെഫിനേഷൻ, ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇപ്പൊ സ്പിരിച്വൽ എംബ്രിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട കൃത്യമായിട്ടുള്ള നോട്ട് ഞാൻ വിട്ടുതരാം. ദ ഇന്നർ സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ പൊട്ടൻഷ്യൽ ഓഫ് ദ ചൈൽഡ് ദാറ്റ് ഡെവലപ്സ് ആഫ്റ്റർ ബർത്ത് ത്രൂ ദ അബ്സോർബർ മൈൻഡ് ആൻഡ് interaction with the environment leading to the formation of personality. അതാണ് എഴുതേണ്ടത്. ഞാൻ ടൈപ്പ് ചെയ്തിട്ട് തന്നെ വിട്ടുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. മോണ്ടിസറി മെത്തേഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സ്പിരിച്വൽ എംബ്രിയോ. ഏതൊരു മെത്തേഡിലും ഏതൊരു ടീച്ചിങ് മെത്തേഡിലും ഡിസ്കസ് ചെയ്യാത്ത ഒരു സംഭവമാണ് ഈ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. കാരണം എപ്പോഴും നമ്മൾ ഒരു പഠനത്തിനാണെങ്കിലും ശരി നോക്കുന്നത് എന്താണ്? ജനനത്തിന് ശേഷമാണ്. പക്ഷെ കഴിഞ്ഞ ഏകദേശം ഒരു 5 വർഷം മുമ്പ് വരെ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ സോഷ്യൽ ബിഹേവിയറും പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവുമ്പം കുഞ്ഞിന്റെ ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങൾ നമുക്കങ്ങനെ പഠന വിധേയമാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ സയൻസിലുണ്ട്. നോർമലി സയന്റിഫിക് ആയിട്ട് അതുപോലെ ഫിലോസഫേഴ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു സമയത്ത്, അതായത് കുഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് വല്ലാണ്ട് ബോധേഡായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഈ ഒരു 5 വർഷത്തിന് ഇങ്ങോട്ട് ഒരു കുഞ്ഞിനെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ജനിച്ചതിന് ശേഷം ആ പാരന്റ്സ് പറയാണ് ഒരു കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. ആ ഒരു സമയത്ത്, ഐ മീൻ ഗർഭാവസ്ഥയിൽ ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്ത് ഈ അമ്മക്ക് ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, ഐ മീൻ പെട്ടെന്നുള്ളൊരു ഞെട്ടൽ, നമ്മൾ ഓർക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവില്ലേ, അതുവരെ ഈ കുഞ്ഞിനെ ബാധിക്കാം. അതിന്റെ കറക്റ്റ് എക്സാമ്പിൾ പോലും നമുക്ക് മുമ്പിലുണ്ട്. ഐ മീൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഗൾഫിലായിരുന്നു. അപ്പം വിദേശത്ത് നോർമലി നമുക്ക് പവർ കട്ട് ഒന്നും ഉണ്ടാവില്ല. പവർ കട്ട് ഇല്ലാത്തൊരു രാജ്യമാണല്ലോ വിദേശം എന്ന് പറഞ്ഞാൽ. നമുക്ക് നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമല്ല, അല്ല പ്രധാനമായിട്ട് കേരളത്തിൽ മാത്രമല്ല ഈ പവർ കട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പവർ കട്ടിന്റെ സമയത്ത് ആള് നാട്ടിലേക്ക് വന്ന സമയത്ത് വീട്ടിലാരുമില്ല, ഹസ്ബൻഡും വൈഫ് മാത്രമേ ഉള്ളൂ. വീട്ടുകാരൊക്കെ പുറത്തു പോയതാണ്. അപ്പോൾ ഹസ്ബൻഡിനൊരു ഒരു ഇത് ക്യൂരിയോസിറ്റി, ഇവളെ ഒന്ന് പേടിപ്പിച്ചാലോ. അപ്പൊ പെട്ടെന്ന് കറണ്ട് പോയ സമയത്ത് ആള് വിളക്ക് കത്തിക്കാനായിട്ട് എണീറ്റു. ഗർഭിണിയാണ്, 7 മാസം കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇയാള് വിളക്ക് കത്തിക്കുന്ന ഒരു മൊമെന്റ് തന്നെ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ കത്തിക്കുമ്പോൾ ഉണ്ടാവില്ല പൊട്ടിത്തെറി പോലുള്ള ഒരു ശബ്ദം. ഭയങ്കരമായിട്ട് പേടിച്ചു. അങ്ങനെ പിന്നെ ആ ഒരു സംഭവം കഴിഞ്ഞു. കുഞ്ഞ് ഏകദേശം ഒരു 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സ് കഴിഞ്ഞ ഈ കുഞ്ഞിന് ഒന്നും ഓർത്തു വെക്കാൻ പറ്റുന്നില്ല. കുഞ്ഞെല്ലാം മറന്നു പോകുന്നുണ്ട്. സ്കൂളില് പറഞ്ഞ കാര്യങ്ങളാവട്ടെ, എന്താണെങ്കിലും ശരി. ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ പോലും കുഞ്ഞ് മറന്നു പോവാണ്. കുഞ്ഞ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ജനിച്ചപ്പോഴുള്ള തൂക്കക്കുറവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസോ, ഇനിയിപ്പോ കുഞ്ഞു ഉയരത്തിൽ നിന്ന് വീണിട്ട് തലക്ക് എന്തെങ്കിലും ഞരമ്പിന് എന്തെങ്കിലും ഡിഫക്ട്സോ ഒന്നുമില്ല. EEG ഒക്കെ അവരെടുത്ത് നോക്കി, എല്ലാം പെർഫെക്റ്റ് ആണ്, ഒരു കംപ്ലൈന്റും ഇല്ല. അങ്ങനെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തിയ സമയത്ത് അവർ ചോദിച്ചു ഗർഭാവസ്ഥയിൽ എപ്പോഴാ. അപ്പം അവർ പറഞ്ഞു ഹാപ്പിയാണ്, ഞങ്ങള് കാത്തിരുന്ന് കിട്ടിയ കൺമണിയാണ്, ഗൾഫിലായിരുന്നു, അങ്ങനെ നാട്ടിലേക്ക് വന്ന് ഭയങ്കര കെയറിങ് ആയിരുന്നു എല്ലാവരും. പിന്നെ ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും നിങ്ങൾ ഓർത്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു സംഭവം പറയുന്നത്. ആ സമയത്ത് അമ്മയിലുണ്ടായ ഹോർമോൺ വ്യതിയാനം, ഡോപ്പമൈൻ എന്ന ഹോർമോണിന്റെ അമിത അളവിലുള്ള
വർധനവ്. അതാണ് ഈ കുഞ്ഞിന് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഡിഫക്ട്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഏ അത് കുട്ടിക്ക് അത് മാറില്ലേ വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട്? വയസ്സ് കൂടുന്നതിനനുസരിച്ച് മാറുമെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് അല്ല. ഒരു രോഗമാണെങ്കിൽ നമുക്ക് മെഡിസിൻ കൊടുക്കാം. പക്ഷെ അന്ന് അമ്മയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഹോർമോൺ ചേഞ്ചസ് അത് സംഭവിച്ചിരിക്കുന്നത് ഗർഭാവസ്ഥയിലുള്ള ആ കുഞ്ഞിലാണ്. അപ്പൊ അവിടെ നമുക്ക് പിന്നെ മെമ്മറി ഗെയിം കൊടുക്കലാണ്. മറ്റേ ബ്രെയിൻ ജിം പോലുള്ള എക്സസൈസ്, ബ്രെയിനിലേക്കുള്ള എക്സസൈസ്, മെമ്മറി ടെസ്റ്റ്, മെമ്മറി ഗെയിം, അതുപോലെ ബ്രെയിൻ ജിം, പിന്നെ വേദിക് മാത്സ്, ഇങ്ങനെയുള്ള എക്സസൈസ് കൊടുത്ത് 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 ഏകദേശം ഇപ്പം ആ കുഞ്ഞ് 7th സ്റ്റാൻഡേർഡ് അങ്ങാണ്ട് കഴിഞ്ഞു. ആള് ആവറേജ് ആണ്. ഐ മീൻ ഹൈ ലെവലിലേക്ക് പോകാൻ ആ കുഞ്ഞിന് പറ്റുന്നില്ല. ആവറേജിലാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ആ ലെവലിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ നമ്മൾ വളരെ മൈന്യൂട്ട് ആയിട്ട് കാണുന്ന ഒരു കാര്യം നമ്മൾ പോലും അറിയാതെ നമ്മിലേക്ക് എഫക്റ്റ് ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ നിങ്ങൾ പല സ്ഥലങ്ങളും കാണാറുണ്ട്, പല്ല് ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വലിയൊരു ബോർഡ് കാണാം, പ്രഗ്നൻസി ആണെന്നുള്ള വിവരം നിർബന്ധമായിട്ടും അറിയിക്കുക. എന്താ കാര്യം? മെഡിസിൻ ഇപ്പൊ എല്ലാത്തിലും ഇല്ലേ? അല്ല, അത് അതിന്റെ അത് അത് കുഞ്ഞിനെ ബാധിച്ചാലോ എന്ന് കരുതിയിട്ടായിരിക്കും. അത് ഏത് മരുന്നാ ബാധിക്കാന്നറിയോ? ലെഡ് പറഞ്ഞൊരു സംഭവം ഇല്ലേ, പല്ലില് നമ്മള് ഓട്ട അടയ്ക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്, അതിൽ ലെഡ് ഇൻക്ലൂഡ് ആണ്. ആ ലെഡ് ചെറിയൊരളവിൽ പോലും നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഈ കുഞ്ഞിൽ ഡിഫക്ട്സ് ഉണ്ടാക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ കാര്യം. ലെഡിന്റെ ചെറിയൊരു അംശം, ഇപ്പൊ പല്ല് ഡോക്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം പണ്ടത്തേനേക്കാളും കൂടുതലായിട്ട് അവർ കെയർ ചെയ്യുക. ഐ മീൻ പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന BDS അല്ലെങ്കിൽ MDS കഴിഞ്ഞ ഡോക്ടേഴ്സ് വളരെ കെയർഫുൾ ആയിട്ടാണ് ഈ സംഭവം യൂസ് ചെയ്യുക. ഐ മീൻ അവരുടെ വായിലേക്ക് ആക്കുന്നില്ല, അവര് പേഷ്യൻസിന് പോലും ചെയ്യുന്ന സമയത്ത് അത്രയും മുൻകരുതൽ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ചെറിയൊരളവിൽ നമ്മുടെ ശരീരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞില് ചിലപ്പോൾ ഹാർട്ടിന് ഹോള് അല്ലെങ്കിൽ ബ്രെയിനിൽ ഡാമേജ്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കരുതും പല്ലല്ലേ, പല്ലുവേദനയല്ലേ, ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചാൽ ഇപ്പൊ എന്താ എന്ന് കരുതുന്നത്, വളരെ നിസ്സാരമായി പോലും കരുതുന്നത് നമ്മുടെ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിനെ ബാധിക്കുമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പാരൻസിനെ കൺവിൻസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളും ശ്രദ്ധിക്കുക. ഇനി ഇപ്പൊ നമ്മൾ അബ്സോർബ് മൈൻഡിൽ കോൺഷ്യസും അൺകോൺഷ്യസും സബ് കോൺഷ്യസും പറഞ്ഞു. സെൻസിറ്റീവ് പീരിയഡ്സിൽ 6 സെൻസിറ്റീവ് പീരിയഡ്സ്, OML S³ അല്ലെ. ഇനി ഞാൻ പറയുന്നത് 14 ടെൻഡൻസീസ് ആണ്, ഹ്യൂമൻ ടെൻഡൻസീസ്. കൾച്ചറൽ ഏരിയയിൽ ടെൻഡൻസീസ് ഓഫ് ദ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരുന്നുണ്ട്. 14 ടെൻഡൻസീസ് എന്തൊക്കെയാണെന്ന് അറിയാം. ഫസ്റ്റ് വരുന്നത് എക്സ്പ്ലോറേഷൻ. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്കവർ ആൻഡ് ലേൺ അബൌട്ട് ദ എൻവയോൺമെന്റ്. ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ച് അതിൻ്റെ ചുറ്റുപാടുകളുമാണ് നിരീക്ഷിക്കുക. അവന്റെ എൻവയോൺമെന്റിൽ അവന് കൃത്യമായിട്ട് ഒബ്സർവേഷൻ നടത്തും. രണ്ടാമത്തത് ഓറിയന്റേഷൻ. നീഡ് ടു അണ്ടർസ്റ്റാൻഡ് where we are and how things are organized.
നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്. ഇപ്പോ പണ്ട് കാലത്ത് ഫുഡ് പച്ചക്കായിരുന്നു കഴിച്ചിരുന്നതെന്ന് പറയും. ഒരു കാട്ടുതീ വന്ന് മൃഗത്തിന്റെ വെന്ത മാംസം കിട്ടിയതിന്റെ ആ ഒരു ടേസ്റ്റ് അറിഞ്ഞപ്പോഴാണ് പിന്നെ വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പൊ വേവിക്കണം എന്നുണ്ടെങ്കിൽ തീ കണ്ടുപിടിക്കണം. തീ എങ്ങനെ കണ്ടുപിടിക്കും? കല്ലുകൾ തമ്മിൽ കൂട്ടി ഉരതിയിട്ട് വേണം തീ കത്തിക്കാൻ. ഇത് ആവശ്യമാണ്. ആവശ്യമായപ്പോ കണ്ടുപിടിച്ചു. പിന്നീട് വസ്ത്രം, മരത്തിന്റെ തോല് ധരിച്ചിരുന്ന മനുഷ്യൻ പിന്നീട് വസ്ത്രം, ഇന്നത്തെ കാണുന്ന ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ ആവശ്യങ്ങളായിരുന്നു. ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക പല കാര്യങ്ങളും, അല്ലെ? അപ്പൊ അവിടെ ഓറിയന്റേഷൻ, ദെൻ ഓർഡർ, പെർഫെക്റ്റ് ഓഫ് എ റൂട്ടീൻ. ഒരു കൃത്യമായിട്ടുള്ള റൂട്ടീൻ എല്ലാത്തിനും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ദെൻ നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ള കാര്യങ്ങൾ, എപ്പോഴും നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട്, ഇപ്പോൾ പഠനമാണെങ്കിൽ പോലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നമുക്ക് 10th സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റുന്നില്ല. അവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് കഴിഞ്ഞ് ആ ഓർഡറിൽ തന്നെ നമുക്ക് പോയിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മളൊരു LKG പഠിക്കുന്ന കുഞ്ഞാണെങ്കിലും ആദ്യം നമ്മൾ കുഞ്ഞിനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫിംഗറും അതുപോലെ തന്നെ അവന്റെ സെൻസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ, അതിനുശേഷമാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ ആ ഒരു ഓർഡർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തോട്ട്സ് ആണ്. ഇപ്പൊ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലാംഗ്വേജ്, ഭാഷ, കമ്മ്യൂണിക്കേഷൻ നമ്മള് സംസാരിക്കുന്നതല്ലേ, പറഞ്ഞോളൂ. ഒരാളോട് സംഭാഷണം ഇത് ഞാന് ചെയ്യുന്നത്. ലാംഗ്വേജ് ഫയലിന്റെ ഫസ്റ്റ് ഞാനൊരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. മറന്നില്ലേ? ലാംഗ്വേജ് ഈസ് ദ ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു ടൂളാണ്. അതെ, കമ്മ്യൂണിക്കേഷന്റെ ലാംഗ്വേജ് ടൂൾ മാത്രമാണ് ലാംഗ്വേജ്. കാരണം ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്, ഡിഫറെന്റ് ലാംഗ്വേജ് ഉണ്ട്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തോട്ട്സ് ഷെയർ ചെയ്യുക, ഫീലിങ്സ്, ഐഡിയാസ്, ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. എന്ത് വെച്ചിട്ട്? ലാംഗ്വേജ് വെച്ചിട്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, ഉറുദു, കൊങ്കിണി, മറാഠി എന്ന് പറഞ്ഞ ഒത്തിരി ലാംഗ്വേജ് വരുന്നുണ്ട്. അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കിടയിൽ എന്താ നടക്കുന്നത്? ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഇവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ? അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആവുന്നത്. ദെൻ വർക്ക്, ആക്ടിവിറ്റി. എൻഗേജ് ഇൻ മീനിങ്ഫുൾ ആക്ടിവിറ്റീസ്. ഇപ്പൊ നമ്മള് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട് ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ്. ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബൗളിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അത് എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത്? സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ചെയ്യിക്കുന്നത്. പക്ഷെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. നമുക്ക് കൈകൊണ്ട് വാരിയിടാം, അല്ലെങ്കിൽ പാത്രം വെച്ച് ഒഴിക്കുകയോ ചെയ്യാം. പക്ഷെ അത് ചെയ്യിക്കാതെ നമ്മൾ ഒരു സ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്, 3 ഫിംഗർ വെച്ചിട്ട്. അവിടെ നമുക്ക് എന്താണ് ആ ആക്ടിവിറ്റിയിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും എടുത്തിട്ടുള്ളത്. അപ്പൊ പേജ് നമ്പറിൽ നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങളുടെ പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല കേട്ടോ. ഇതിന്റെ നോട്ട്സ് കൃത്യമായിട്ട് ഞാനിപ്പോ തരും, ക്ലാസ് കഴിയുമ്പോൾ തന്നെ വിട്ടുതരും. അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ടെൻഡൻസീസ് ഓഫ് മാൻ എന്നുള്ളത് കൾച്ചറൽ സബ്ജക്റ്റിലുണ്ട്. കൾച്ചറലിന്റെ പ്രാക്ടിക്കൽ ഫയലിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ടെൻഡൻസീസ് വരുന്നുണ്ട്, ഹ്യൂമൻ ടെൻഡൻസീസ് അതിൽ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് ഞാൻ വിട്ടുതരും. ഓക്കെ,
ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആക്ടിവിറ്റി. ഇപ്പൊ മീനിങ് ഫുൾ ആണ്. ഇപ്പൊ നമ്മളൊരു സ്പൂണ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഫിംഗേഴ്സ് 3 ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്പൂൺ പിടിക്കാൻ പറഞ്ഞത്. അവിടെ മീനിങ് ഫുൾ ആണ് ആക്ടിവിറ്റി. ആ ഒരു ആക്ടിവിറ്റിയിലൂടെ കുഞ്ഞ് ആർജിച്ചെടുക്കേണ്ടത് പെൻസിൽ ഗ്രിപ്പ്, ഓർഡർ, ദെൻ ഫിംഗർ മസിൽ, പിടിക്കാനുള്ള കൃത്യമായിട്ടുള്ള കപ്പാസിറ്റി. അപ്പൊ മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് എന്ത് നമ്മളിവിടെ പറയുന്ന വർക്ക്. അഡീഷന്റെ മാത്സിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും പഠിക്കും. ആ സമയത്ത് ആ ഗോൾഡൻ ബീഡ്സ് ക്യൂബ്സും അതുപോലെ ബീഡ്സ് ഒക്കെ വെക്കുന്നത് പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി മീനിങ് ഫുൾ അല്ല. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് ചെയ്യിക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. ദെൻ മാനിപ്പുലേഷൻ. ലേണിംഗ് ബൈ യൂസിങ് ദ ഹാൻഡ്സ് ആൻഡ് ഹാൻഡ്ലിംഗ് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കുന്ന ഒരു ബൗള് അല്ലെങ്കിൽ ഒരു സ്പൂണ്, ജസ്റ്റ് ഒരു ജഗ്, ദെൻ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്ങിലെ നാപ്കിൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സില് അവിടെ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ കൃത്യമായിട്ട് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നത് ആ രീതിയിൽ. ഐ മീൻ ഒരു നാപ്കിൻ നമ്മൾ നമ്മൾ ഡയഗ്നലും അതുപോലെ മീഡിയനൊക്കെ ആയിട്ട് മടക്കുമ്പോൾ കുഞ്ഞിന് ഡ്രസ്സ് കൃത്യമായിട്ട് മടക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു കഴിവിലേക്ക് നമ്മൾ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാണ് അവരെ. കുഞ്ഞുങ്ങളെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുകയാണ്. ആ ഒബ്ജക്റ്റ് കൈകൊണ്ട് മടക്കി വെക്കുമ്പോൾ കുഞ്ഞ് പഠിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് റിപ്പീറ്റേഷൻ. ആക്ടിവിറ്റീസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞ് കോൺഫിഡൻ്റ് ആവുക. ഒരു ആക്ടിവിറ്റി ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ തവണ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുഞ്ഞ് കോൺഫിഡൻ്റ് അല്ല. കാരണം മിസ്റ്റേക്ക് ഉണ്ടോ, ഞാൻ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ള ഒരു ഡൗട്ട് അവിടെ വരും. പക്ഷെ ഒന്നിലധികം തവണ നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെർഫെക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഞാൻ നിങ്ങളോട് ഒരു തവണ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇപ്പൊ മിസ്സിനോട് ചോദിച്ചാൽ മിസ് അത് പറയുമോ, അല്ലെ മിസ് എന്താ വിചാരിക്കുക? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആക്ടിവിറ്റി പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ചോദിക്കണം, റിപ്പീറ്റ്. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ മുകളിൽ പറഞ്ഞ സെൻസിറ്റീവ് പീരിയഡ്സും അബ്സോർബർ മൈൻഡും പെട്ടെന്ന് ചോദിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് കിട്ടില്ല. വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്, ഇതാണ് ഇന്നതാണ് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ റിപ്പീറ്റേഷൻ എപ്പോഴും എന്താണ്? റിപ്പീറ്റേഷൻ ഇൻക്രീസ് സക്സസ്. നമ്മൾ സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻറ് ഉണ്ടാവും, ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആണ്, ഞാനിത് ചെയ്ത് പഠിച്ചതാണ്. ഇപ്പൊ നമ്മളൊരു ചുരിദാർ തയ്ക്കുകയാണ്. ആ ചുരിദാർ ഫസ്റ്റത്തെ തവണ തയ്ക്കുമ്പോൾ മിസ്റ്റേക്ക് വന്നു. ആ തെറ്റ് നമ്മൾ തിരുത്തി വീണ്ടും നമ്മൾ ചെയ്യണ്ടേ? വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അതിന്റെ അളവ് അല്ലെങ്കിൽ തയ്ക്കുന്ന രീതി, സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പൊ റിപ്പീറ്റേഷൻ എപ്പോഴും നല്ലൊരു ഗുഡ് പ്രോസസ്സാണ്. നെക്സ്റ്റ് വരുന്നത് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ഇല്ലാതെ നമുക്കൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ ഇന്ന് ആരെങ്കിലും എന്റെ സ്റ്റാറ്റസ് കണ്ടിരുന്നോ? കണ്ടിരുന്നു. ആ സ്റ്റാറ്റസിലുള്ള ആ കുഞ്ഞ് ഒട്ടും കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരു കുഞ്ഞായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഐ മീൻ സ്ക്രീൻ ടൈം കൂടിയിട്ട് നമ്മൾ വിളിച്ചാൽ പോലും റെസ്പോണ്ട് ചെയ്യാത്തൊരു കുഞ്ഞായിരുന്നു. അവന് നമ്മൾ പറഞ്ഞപ്പോ ഒരു കാര്യം തന്നെ ഒരു 10 പ്രാവശ്യം എടുക്ക് വെക്ക് വീണ്ടും എടുക്ക് വെക്ക്, ആ ഒരു സെന്റൻസ് അല്ലാതെ വാക്കുകളായിട്ട് കൊടുക്കുക. ഇന്ന് കറക്റ്റ് ആയിട്ട് നേരത്തെ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ്, അത് മാത്രമല്ല കുറെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ
ടോങ്സ് യൂസ് ചെയ്തിട്ട് ബോൾസ് എടുത്തു. അപ്പൊ അവന് പെട്ടെന്ന് തന്നെ ബൗളിൽ നിന്ന് എടുക്കാൻ പ്രയാസമായിട്ട് ഒരു കൈ കൊണ്ട് ടോങ്സിലേക്ക് വെച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ അവന്റെ ഡെവലപ്മെന്റൽ പ്രോസസ്സിലുള്ള ഇൻക്രീസ് ആണ്. അത് നമ്മൾ റിപ്പീറ്റേഷൻ കൊടുത്തിട്ടാണ് കിട്ടുന്നത്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അവന് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യാം അത് കഴിഞ്ഞിട്ട്. ബോള് എടുക്കുന്ന സമയത്ത് തന്നെ ആ ബൗളിലേക്ക് അവൻ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അവന് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ നോക്ക് എന്ന് പറയുമ്പോൾ അതിലേക്ക് നോക്കി എടുക്കുമ്പോൾ അവന് ബോൾസ് ടോങ്സ് കൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് കുഞ്ഞിലെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ പെർഫെക്ഷൻ, എക്സാക്ട്നെസ്, പെർഫെക്ഷൻ, ഇംപ്രൂവ് ദ പെർഫോം ടാസ്ക് അക്യുറേറ്റ്ലി. എപ്പോഴും കൃത്യമായിട്ടായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ടാസ്ക് അവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളത് വിലയിരുത്തേണ്ടത്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് നമ്മളൊരു ഗുഡ് അല്ലെങ്കിൽ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞില്ല എങ്കിൽ ജസ്റ്റ് ഓക്കെ ഇനി അത് മാറ്റി വെച്ചേക്ക് കേട്ടോ എന്നാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ അവരൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിരിക്കും ചെയ്യുക. പക്ഷെ അവരെ നമ്മൾ എൻകറേജ് ചെയ്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. മിസ് കൺഗ്രാറ്റ്സ് പറയും അല്ലെ വെരി ഗുഡ് പറയും എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു രീതിയിൽ. അപ്പൊ അത് എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പെർഫെക്ഷനിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പൊ നമ്മുടെ മക്കളാണെങ്കിൽ പോലും പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളത് ഒബ്സർവ് ചെയ്യുക കറക്റ്റ് ആണോ ചെയ്തത് എന്നുള്ളത്. ദെൻ അബ്സ്ട്രാക്ഷൻ. ഇപ്പൊ നമ്മള് കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് കൂടുതലായിട്ടും പ്രാക്ടിക്കലിലും സെൻസോറിയലും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദെൻ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അവര് ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന് നമ്മൾ ഒരു ഐഡിയാസ് കൊടുക്കുന്നുണ്ട് അവർക്ക്. ആ ഐഡിയാസിലൂടെ കൃത്യമായിട്ട് അബ്സ്ട്രാക്ട് ഫോമിലേക്ക് അവര് എത്തിക്കുക. അവർ ചിന്തിച്ചിട്ട് ഇമാജിൻ ചെയ്യാണ്. ഇപ്പം 2+2 അല്ലെങ്കിൽ 2+2, 2+1 = 3, 2+2 = 4 എന്ന് അവർ ചിന്തിക്കണം. ആദ്യം നമ്മൾ ഒരു കോൺക്രീറ്റ് ആയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് ബീഡും ഒരുമിച്ച് ചേർത്തിട്ട് 4 ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പിന്നീട് തിങ്ക് ചെയ്യും 2+2 4. അപ്പം കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയാസ് നിന്ന് അബ്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ദെൻ ഇമാജിനേഷൻ. എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കണം. ക്രിയേറ്റീവായിട്ട് ഉള്ള ന്യൂ ഐഡിയാസ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മടുക്കും. ദെൻ സെൽഫ് പെർഫെക്ഷൻ. കുഞ്ഞുങ്ങൾക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം ചെയ്തിട്ട് മിസ് ഞാൻ ഒന്നും കൂടെ ചെയ്യട്ടെ, ഇനി മതി നീ ചെയ്തത് അവിടെ വെച്ചിട്ട് പോ എന്ന് പറയാതെ ഓക്കെ യു വിൽ ഡു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവർക്ക് അവരുടെ ആക്ടിവിറ്റി ഞാൻ നേരത്തെ ചെയ്തത് ശരിയായില്ല, ഞാൻ ഒന്നും കൂടെ ചെയ്ത് നോക്കട്ടെ. സെൽഫ് പെർഫെക്ഷൻ. ഓക്കെ ആണോ, ഇപ്പൊ നീ പെർഫെക്റ്റ് ആണോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റിയ യെസ് ഐ എം പെർഫെക്റ്റ് എന്ന കുഞ്ഞ് മറുപടി പറയും. ഐ മീൻ LKG-കാരല്ല, പ്രീ-KG-കാരല്ല, UKG-യിലേക്ക് എത്തുമ്പോഴേക്ക് ആണ് ഈ പെർഫെക്ഷൻ മക്കൾ ശ്രദ്ധിക്കുക. അപ്പോഴാണ് അവരെ അറിഞ്ഞു പഠിക്കുകയാണ്. ഐ മീൻ 3 വയസ്സ് കഴിഞ്ഞു, 4 വയസ്സ് കഴിഞ്ഞിട്ടാണ് UKG-യിലേക്ക് പോകുന്നത്. അവിടെ കുഞ്ഞ് ഒരു സെൽഫ് പെർഫെക്ഷൻ അല്ലെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലാണ് അവര് ചെയ്യുന്നത്. ദെൻ മാത്തമാറ്റിക്കൽ മൈൻഡ് നമ്മളവിടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ റെക്കഗ്നൈസ് പാറ്റേൺസ് കൊടുക്കും. ഇപ്പം നമ്മള് സെൻസോറിയൽ ഏരിയയിൽ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് കണ്ടില്ലേ? ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ക്വയറും റെക്റ്റാങ്കിളും ഹെക്സഗണും ട്രിപ്പിസിയൊക്കെ മേക്ക് ചെയ്തില്ലേ പാറ്റേൺ യൂസ് ചെയ്തിട്ട്? അവിടെ നമ്മളൊരു മാത്തമാറ്റിക്കൽ മൈൻഡാണ് അവർക്ക് കൊടുത്തത്. എന്താണ് ആ ഒരു മാത്തമാറ്റിക്കൽ മൈൻഡ്? ഡിഫറെന്റ് ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു, അതായത് ആ ട്രയാങ്കിൾസ് അല്ലാത്ത വേറൊരു രൂപം മേക്ക് ചെയ്യാം എന്നുള്ള ഒരു
മൈൻഡ്, ഒരു ക്രിയേറ്റീവ് മൈൻഡ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ പാറ്റേൺസ് യൂസ് ചെയ്യാം. ഇപ്പോ നമുക്ക് നമ്മുടെ LP സെക്ഷനിലൊക്കെ പാറ്റേൺ ഡ്രോയിങ് ഒക്കെ കണ്ടിട്ടില്ലേ? ആദ്യം നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് പാറ്റേൺ മേക്ക് ചെയ്യുന്നത്. പിന്നീട് മാത്സിൻ്റെ വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ പാറ്റേൺ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഡെവലപ്മെന്റ്, മൈൻഡ് ഇന്നർ ഡെവലപ്മെന്റിൽ പെട്ടതാണ്. മൈൻഡ് ജിം എന്നൊക്കെ പറയുന്നത് പോലെ ബ്രെയിൻ ജിം, മൈൻഡ് ജിം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഐ മീൻ അബാക്കസിനെ പോലെ തന്നെ ബ്രെയിൻ ജിം, ഡിഫറെൻ്റ് ആയിട്ട് കുറേ സാറന്മാർ വരാറുണ്ട്. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് സമീപിക്കും, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ആക്ടിവിറ്റി. അപ്പൊ ഇതിലൊക്കെ കൊടുക്കുന്നത് എന്താണ്? ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഡെവലപ്മെന്റൽ പ്രോസസ്സും ഒക്കെ തന്നെയാണ്. ദെൻ ഗ്രിഗേറിയസ്നെസ്. നെക്സ്റ്റ് വരുന്നതാണ് ഗ്രിഗേറിയസ്നെസ്. ഡിസയർ ടു ലൈവ് വർക്ക്, ഓൺ പ്രോസസ്സിൽ ചെയ്യിക്കുക, കോപ്പറേറ്റ് വിത്ത് അതേഴ്സ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ബ്ലോക്സ് കൊടുത്തു, കുഞ്ഞുങ്ങളെ കയ്യിൽ ബ്ലോക്സ് കൊടുത്തിട്ട് ഒരു 4 കുഞ്ഞുങ്ങളെ ഗ്രൂപ്പ് ആക്കിയിട്ട് അവരോട് ആ ബ്ലോക്സിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ സെൻസോറിയൽ ഏരിയ തന്നെ വേരിയേഷൻസ് പറഞ്ഞിരുന്നു. നമ്മളെ കളർ ബോക്സ് 3 വെച്ചിട്ട്, അതുപോലെ പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയർ വെച്ചിട്ടുള്ളതും ദെൻ റെഡ് റോഡ്സ് വെച്ചിട്ടുള്ളതും. കാരണം കുട്ടികളുടെ ക്രിയേറ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുക. അത് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യിക്കുക. അവിടെ ഓൺ ലൈവാണ് കുട്ടികൾ. ഇതങ്ങനെ ഇങ്ങോട്ട് വെച്ചാൽ ഇതിങ്ങനെ ഇങ്ങോട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവർ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ കളർ, അതുപോലെ നോബ്ലെസ് സിലിണ്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ലവ് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കി ബട്ടർഫ്ലൈനെ മേക്ക് ചെയ്യാം. ദെൻ ജസ്റ്റ് ഇങ്ങനെയുള്ള ഒരു സ്പൈറൽ ആയിട്ടുള്ള രൂപങ്ങളൊക്കെ മേക്ക് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപങ്ങൾ മേക്ക് ചെയ്യാം. അവിടെ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ ആ ഒരു ഇമാജിനേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഗ്രിഗേറിയസ്നെസ് നമ്മൾ കൊടുക്കുക തന്നെ വേണം. മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഹ്യൂമൻ ടെൻഡൻസീസ് നാച്ചുറൽ ആണ്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ drivers present in every human being that support learning, adaptation, independence and overall development. കുഞ്ഞിന്റെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റും ഇതിൽ ഇൻക്ലൂഡ് ആണ്. They guide the child's growth and help them interact successfully with the environment. കുഞ്ഞിന്റെ എൻവയോൺമെന്റുമായിട്ടുള്ള സക്സസ്ഫുള്ളി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഈ ഹ്യൂമൻ ടെൻഡൻസീസ് കുഞ്ഞുങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പം ഈ 14 ടെൻഡൻസീസ് ഇപ്പൊ തന്നെ ഞാൻ നോട്ട്സ് ആയിട്ട് വിട്ടുതരാം. അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡും ദെൻ സ്പിരിച്വൽ എംബ്രിയോ. അതിനു മുമ്പ് അബ്സോർബർ മൈൻഡും അൺകോൺഷ്യസും കോൺഷ്യസും ഒക്കെ വിട്ടതല്ലേ? നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. കാരണം ഫൈനൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ മിസ്സേ ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. കാരണം നോട്ട്സിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ ഈ തരുന്ന, അതായത് ഞാനിപ്പോൾ പറയുന്ന നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയ ചെറിയ എല്ലായിടത്തും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ടെൻഡൻസീസ് നമുക്ക് കൾച്ചറൽ ഏരിയയിൽ വരുന്നുണ്ട്, സെൻസിറ്റീവ് പീരിയഡ്സും അബ്സോർബർ മൈൻഡും വരുന്നുണ്ട്. ദെൻ എല്ലാം അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തുള്ളൂ. ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊന്ന് ഗ്രൂപ്പിൽ ചെക്ക് ചെയ്യാം, വിടാത്ത നോട്ട്സ് ഒക്കെ ഞാനിപ്പോൾ തന്നെ വിട്ടുതരാം കേട്ടോ. പിന്നെ നോട്ട്സ് നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. കാരണം ഇൻ കേസ് ഫോണ് എന്തെങ്കിലും സംഭവിച്ച് നിങ്ങളുടെ ഡാറ്റ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കത് കിട്ടാൻ പ്രയാസമായിരിക്കും. ഒരുപാട് മെസ്സേജ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ ഫോൺ ഹാങ് ആകുമ്പോൾ ക്ലിയർ ചാറ്റ് അടിക്കും. അതുകൊണ്ട് നിങ്ങളെ നോട്ട്സ് മിസ്സാവാണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഒരു 5 മിനിറ്റ് നമുക്ക് ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വെക്കാം. ചോദിക്കാനുള്ള ഒന്ന് ചോദിച്ചോളൂ.
നേരത്തെ ഒരാള് ടൈപ്പ് ചെയ്ത് വിട്ടിരുന്നു പേജ് നമ്പർ പറയുമെന്നുള്ള ആൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോളൂ കേട്ടോ. മാം നോട്ട് കൂടി വിട്ട് കഴിഞ്ഞാല് ഓക്കെ. ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ, നോട്ട്സ് ഞാൻ ഇപ്പൊ തന്നെ വിട്ടുതരാം. കാരണം ഇന്ന് കുറച്ച് ഡിലേ ആണ് ക്ലാസ്. അപ്പോൾ പലപ്പോഴും എല്ലാവരും വീട്ടിലായതുകൊണ്ട് തന്നെ വീട്ടിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന സമയമല്ലേ, മക്കൾ ഉറങ്ങുന്നൊക്കെ സമയം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഡിലേ ആക്കണ്ട. 9:30 തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. വേറെ ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ഈ 14 ടെൻഡൻസീസും വിട്ടുതരുമോ മാം ഗ്രൂപ്പില്? 14 ടെൻഡൻസീസ് വിടും. അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡ്, സെൻസിറ്റീവ് പീരീഡ്സ് വിട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ വിടാം കേട്ടോ. സെൻസിറ്റീവ് പീരീഡ്സ് വിട്ടിട്ടുണ്ട്, ഗ്രൂപ്പിൽ കാണുന്നു. കോൺഷ്യസ് അൺകോൺഷ്യസ് ഇല്ല. കോൺഷ്യസും അത് അബ്സോർബർ മൈൻഡ് ഇല്ല അല്ലേ? മൈൻഡ്. ഞാൻ നോട്ട്സ് ഒക്കെ വിട്ടുതരാം കേട്ടോ. കാരണം ഞാൻ നാളെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിട്ടുപോകും. ഞാൻ ഇപ്പൊ തന്നെ വിട്ടാൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, എന്നാ ഞാൻ നോട്ട്സ് വിടാം കേട്ടോ. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്.